ഹായ്, ഇന്നലെ ഞങ്ങളുടെ അപ്പുക്കുട്ടൻ്റെ പിറന്നാളായിരുന്നു കേട്ടോ. മലയാള മാസം മേടമാസത്തിലെ തൃക്കേട്ട നാളിലാണ് കേട്ടോ അപ്പൂസ് ജനിച്ചത്. എൻ്റെ ചേച്ചിയുടെയും അപ്പൂസിൻ്റെയും നാളെ ഒരു ദിവസമാണ് കേട്ടോ. അപ്പോൾ അവർ രണ്ടുപേരുടെയും പിറന്നാളിന് വേണ്ടി അമ്പലത്തിലൊക്കെ പോയി പ്രാർത്ഥിച്ച് പായസമൊക്കെ ഉണ്ടാക്കാൻ കൊടുത്തിരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ പുതിയ ഡ്രസ്സും കെട്ട് അമ്പലത്തിലൊക്കെ പോയപ്പോൾ അപ്പൂസ് നല്ല ഹാപ്പിയിലായിരുന്നു. അപ്പോൾ പായസപാത്രമൊക്കെ എടുത്തിട്ട് അവൻ തിരിച്ച് വീട്ടിലോട്ട് പോവുകയാണ് കേട്ടോ. അപ്പൂസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞങ്ങളുടെ എല്ലാവരുടെയും ഓമന ചക്കര കുട്ടനാണ് കേട്ടോ അപ്പൂസ്. ഒരു കുട്ടി കുറുമ്പനാണ്. എപ്പറ്റി അടങ്ങി ഒതുങ്ങിയിരിക്കാത്തൊരു ടൈപ്പാണ് കേട്ടോ. എല്ലാവരുടെ അടുത്തും പെട്ടെന്ന് കമ്പനിയാവും ആൾ. അപ്പോൾ ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞ് 3.5 വർഷത്തിന് ശേഷം ഉണ്ടായൊരു കുഞ്ഞാണ് കേട്ടോ അപ്പൂസ്. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമാണ്. ഞാൻ അപ്പൂസിനെ പ്രഗ്നൻ്റ് ആയിരുന്ന ടൈമിൽ ഞാൻ എറണാകുളത്ത് വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. ആ സമയത്ത് നമുക്ക് നല്ല ക്ഷീണമൊക്കെ തോന്നുന്ന സമയമാണല്ലോ. ആ സമയത്ത് എൻ്റെ ഓഫീസിലുള്ളവർ എൻ്റെ കൂടെ നിന്ന് എല്ലാത്തിനും സപ്പോർട്ട് ചെയ്ത ആൾക്കാരാണ് കേട്ടോ. എന്തിനും, അതായത് ഫുഡാണെങ്കിലൊക്കെ നമുക്ക് ഉണ്ടാക്കാനും കഴിക്കാനൊക്കെ മടിയായിരുന്ന ടൈമല്ലേ. ആ സമയത്ത് എനിക്ക് ഓരോരുത്തരും അവരുടെ വീട്ടിൽ നിന്ന് ഓരോന്ന് സ്പെഷ്യൽ ഉണ്ടാക്കി എനിക്ക് വേണ്ടി കൊണ്ടുവന്ന് തരും കേട്ടോ. അതുപോലെ രമ്യ ചേച്ചി അവിടുത്തെ അക്കൗണ്ട്സിലൊക്കെ ഹെഡാണ് കേട്ടോ. ആ ചേച്ചി ആ ഓഫീസ് തുടങ്ങിയപ്പോൾ തൊട്ടുള്ള ചേച്ചിയാണ് കേട്ടോ. ആ ചേച്ചി എനിക്ക് ഫ്രൂട്ട്സൊക്കെ പീസുകളാക്കി മുറിച്ചൊരു ബോക്സിലാക്കി കൊണ്ടുവന്ന് തരും കേട്ടോ. ഒഴിവ് സമയങ്ങളിലൊക്കെ കഴിക്കാനായിട്ട്. പിന്നെ എന്നെ നിർബന്ധിച്ച് അകത്ത് കൊണ്ടുപോയി കഴിപ്പിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു കേട്ടോ. എനിക്കൊക്കെ നല്ല ഓർമ്മയുണ്ട്. അതുപോലെ മുരളിച്ചേട്ടൻ്റെ നല്ല ടേസ്റ്റായിട്ടുള്ള നല്ല കറികളൊക്കെ ഇപ്പോഴും എൻ്റെ നാവിൽ ഉണ്ട് കേട്ടോ. രാഹിത ചേച്ചി, അർച്ചന, ഡാൽസി ചേച്ചി, നവീൻ ചേട്ടൻ, റോഷൻ ചേട്ടൻ, ടിൻസി, അങ്ങനെ ഒരുപാട് പേരുണ്ട് കേട്ടോ. അതൊന്നും ഞാനിപ്പോഴും മറന്നിട്ടില്ല കേട്ടോ. അവരൊക്കെ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. അപ്പോൾ അപ്പൂസ് ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ അവരെയൊക്കെ കൊണ്ടുപോയി കാണിക്കാമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ എനിക്കിതുവരെ എറണാകുളത്തുനിന്ന് പിന്നെ പോകാൻ പറ്റിയിട്ടൊന്നുമില്ല. അതൊക്കെ നല്ലൊരു ഓർമ്മയാണ് കേട്ടോ. അപ്പൂസ് പ്രഗ്നൻസിയിൽ തന്നെ അവരുടെയൊക്കെ സ്നേഹം കിട്ടി ഉണ്ടായൊരു കുഞ്ഞാണ് കേട്ടോ. ഒരു 7 മാസത്തോളം ഞാൻ അവിടെ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ നാട്ടിലോട്ട് വന്നത്. അതുവരെ ഞാൻ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. അതിന് ശേഷം അവരുണ്ടായപ്പോൾ ആ സമയത്ത് കൊറോണ ടൈമായിരുന്നു അപ്പൂസ് ജനിച്ചത് കേട്ടോ. അപ്പോൾ കോൺടാക്റ്റൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇപ്പോൾ ഫോണൊക്കെ പോയപ്പോൾ അവരായിട്ട് കോൺടാക്ട്സ് ഒന്നുമില്ല. പക്ഷേ ഈ അപ്പൂസിൻ്റെ പിറന്നാൾ ഓർക്കുമ്പോൾ ഞാൻ അവരെയൊക്കെ ഓർക്കാറുണ്ട് കേട്ടോ. അതൊക്കെ എൻ്റെ മനസ്സിൽ ഭയങ്കര ഒരു ഫീലിങ്സാണ് കേട്ടോ. അതിപ്പോൾ പറയുമ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമാണ് കേട്ടോ വരുന്നതൊക്കെ. എനിക്ക് പറയാൻ പോലും പറ്റണില്ല. പക്ഷേ ഞാൻ കട്ട് ചെയ്തിട്ടാണ് പറയുന്നത്. കാരണം എനിക്ക് അവരെയൊക്കെ ഇപ്പോഴും മനസ്സിൽ നല്ല ഒരു എന്താ പറയുക, ഭയങ്കര ഹാപ്പി ആയിട്ടുള്ള ഭയങ്കര ഒരു സ്നേഹം എനിക്കിപ്പോഴും ഉണ്ട് കേട്ടോ. ഞാൻ അവരെയൊന്നും ഒരിക്കലും മറക്കില്ല, മറന്നിട്ടുമില്ല. ഞാൻ അവിടെ നിന്ന് പോരുന്ന ടൈമിൽ ഒരുപാട് സ്നേഹവും സന്തോഷവും കിട്ടിയിട്ടാണ് കേട്ടോ ഞാൻ ഓഫീസിൽ നിന്ന് വന്നത്. 7 മാസം വരെ ഞാൻ അവിടെ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. 7 മാസത്തിൽ ഞാൻ വരുമ്പോൾ അവരെനിക്ക് ഒരു പെട്ടി നിറയെ ചോക്ലേറ്റും ഡ്രൈ ഫ്രൂട്ട്സും ഞാൻ ഏറ്റവും ഇഷ്ടപ്പെടുന്ന കണ്ണൻ്റെയും രാധയുടെയും വിഗ്രഹമൊക്കെ എനിക്ക് വാങ്ങിച്ച് തന്നിട്ടാണ് കേട്ടോ അവരവിടെ നിന്ന് വിട്ടത്. എനിക്കത് ഇപ്പോഴും നല്ല ഓർമ്മയാണ്. ആ വിഗ്രഹം ഇപ്പോഴും എൻ്റെ വീട്ടിൽ പൂജാമുറിയിൽ ഞാൻ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൂസിൻ്റെ ഓർക്കുമ്പോൾ അപ്പൂസിൻ്റെ പിറന്നാൾ ദിവസങ്ങളിൽ വല്ലാതെ ഇടയ്ക്കൊക്കെ ഞാൻ അവരെക്കുറിച്ച് ഓർക്കാറുണ്ട്. അതുപോലെ ഞാൻ വീട്ടിലെത്തിയപ്പോൾ പ്രതീക്ഷിക്കാതെ ഒരു പെട്ടി നിറയെ മധുരപലഹാരങ്ങളായിട്ട് വന്ന രാധ ചേച്ചിയും ഹസ്ബൻഡും എൻ്റെ കൂടെ ഡ്രസ്സും എല്ലാം പാക്ക് ചെയ്യാനും കൂടെ ഹെൽപ്പ് ചെയ്യാനും എല്ലാം കൂടെ നിന്ന് അർച്ചനയും അവളുടെ അമ്മയും ഒന്നും ഞാൻ മറന്നിട്ടില്ല കേട്ടോ. എൻ്റെ പ്രഗ്നൻസിയിൽ എൻ്റെ ഡ്രസ്സൊക്കെ തയ്ച്ച് തന്ന അർച്ചനയുടെ അമ്മയാണ് കേട്ടോ. അവരൊക്കെ ഞാൻ ഇപ്പോഴും ഓർക്കാറുണ്ട്. അപ്പോൾ എൻ്റെ അപ്പുക്കുട്ടന് വേണ്ടി അവരെല്ലാവരും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ എല്ലാവരും അതിനു വേണ്ടി പ്രാർത്ഥിക്കണം കേട്ടോ. ഞങ്ങൾ സന്തോഷമായിട്ടിരിക്കുകയാണ്. അപ്പൂസിൻ്റെ പിറന്നാൾ ദിവസം എന്ന് പറയുമ്പോൾ അപ്പൂസിനെ കുറിച്ച് ഓർക്കാനും എല്ലാവരെയും കുറിച്ച് ഓർക്കാനും പറ്റിയ നല്ലൊരു ദിവസമാണ് കേട്ടോ. സന്തോഷം മാത്രമുള്ളൊരു നല്ലൊരു ദിവസമാണ് അപ്പൂസിൻ്റെ പിറന്നാൾ ദിവസം. അതെപ്പോഴും അങ്ങനെ ആയിരിക്കട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു. നിങ്ങളും അതിനുവേണ്ടി പ്രാർത്ഥിക്കണം കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ വീഡിയോ. ഞങ്ങളുടെ ഇതുപോലുള്ള വീഡിയോസ് ഇഷ്ടമായ ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും ആരും മറക്കരുത്. അപ്പോൾ ഓക്കെ, ടാറ്റാ, ബൈ ബൈ, സീ യു.